സത്യത്തിൻ്റെ സുവിശേഷത്തിൽ വിശ്വസ്തയോടെ നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി എൻ്റെ മക്കൾ പ്രാർത്ഥിക്കേണ്ടത്. ഇത് കറക്റ്റ് ചെയ്താൽ, ഈ സെറ്റിങ്സ് കറക്റ്റ് ചെയ്താൽ ഇതിപ്പോൾ എങ്ങനെ വിട്ടുചില്ല് പോലെ കരിപ്പ് ഉടമ്പടി. കാര്യം ഈ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. നഥാനിയേലിനെ കണ്ട കഥ അറിയാമല്ലോ. നഥാനിയേൽ, ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ടിട്ട് ഫിലിപ്പോസ് അപ്പോസ്തലൻ നഥാനിയേലിനെ കർത്താവിൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വരുമ്പോൾ നഥാനിയേലോട് ഈശോ പറയുന്നൊരു വാക്കുണ്ട്. എന്താ നഥാനിയേലോട് പറയണത്? ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അതെ, നഥാനിയേലിൻ്റെ ആന്തരിക സത്യങ്ങളെ ഈശോ സ്കാൻ ചെയ്ത് പറയുകയാണ്. തുടങ്ങിയപ്പോൾ തന്നെ ആൾ അടുത്ത് വന്നപ്പോൾ തന്നെ സ്കാനിങ് തുടങ്ങി. ഇതൊരു അപകട മേഖലയാണ്. നീ അടുത്ത് വരുമ്പോൾ തന്നെ നീ ആരാണെന്ന് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കും. കപടനാണെങ്കിൽ കപടനാണെന്ന് പറയും, നിനക്കുടമ്പടി പറ്റത്തില്ലെന്ന് പറയും. നിഷ്കപടനാണെങ്കിൽ അത് ഈശോ ഹൈലൈറ്റ് ചെയ്യും. നാഥാനിൽ അടുത്ത് വന്നപ്പോൾ എന്താ പറയണത്? ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ. അപ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട്. യഥാർത്ഥ ഇസ്രയേൽക്കാരുമുണ്ട്, അയാഥാർത്ഥ്യമായ ആൾക്കാരുമുണ്ട്. അപ്പോഴേ നാഥാനിയേൽ ഈശോയോട് ചോദിക്കും, റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കും. അപ്പോൾ ഈശോ പറയുന്ന വാക്കുണ്ട്. എന്താണ് പറയണത്? നീ അത്തിവൃക്ഷത്തിൻ്റെ ഫിലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പ് നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. അപ്പോൾ ഫിലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടുവെന്നാണ്. ഇത് ചുമ്മാ കളിയല്ല. നീ വിശ്വാസത്തിലൂടെ ഇപ്പം ക്രിസ്ത്യൻ മാതാപിതാക്കളും ജനിച്ചാലും ക്രിസ്ത്യാനി ആയാലും അല്ലെങ്കിൽ കർത്താവിനെ ജീവിത സമ്മർദ്ദങ്ങളിൽ ദൈവത്തെ തേടി വന്നപ്പോഴേ അനുഭവങ്ങൾ കൊണ്ട് നീ കർത്താവിൽ വിശ്വസിച്ചാലും ആരെങ്കിലും മുഖേനയാണെങ്കിലും കർത്താവ് പറയും ആരെയും മുഖേനയല്ല, ഫിലിപ്പോസ് മുഖേനയല്ല, ഞാനാണ് നിന്നെ കണ്ടതും വിളിച്ചതും. അത് ഭയങ്കര വിളിയല്ലേ? കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അപ്പോൾ എൻ്റെ മക്കൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഇപ്പോഴേ നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടോ കൃപാസനം പത്രം കണ്ടിട്ടോ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടോ സാക്ഷ്യം കേട്ടിട്ടോ ആണ് വന്നതെന്നാണ് നിങ്ങൾ പറയണത്. കർത്താവ് അത് അംഗീകരിക്കണില്ല. ഞാൻ നിന്നെ നേരത്തെ കണ്ടത് കൊണ്ടാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ്, നീ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് നീ കൃപാസനം പത്രം കണ്ടതെന്നാണ് പറയണത്. മനസ്സിലായോ? സാക്ഷ്യം കേട്ടിട്ടാണ് നീ വന്നതെന്ന് പറയരുത്. ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടും എനിക്ക് നീ ഇഷ്ടപ്പെട്ടവളായതുകൊണ്ടും ഇഷ്ടപ്പെട്ടവനായതുകൊണ്ടുമാണ് നീ സാക്ഷ്യം കേട്ടത്. പക്ഷേ മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം ആരാണ് സ്നേഹിച്ചത്? ദൈവമാണ്. അതാണ് യോഹന്നാൻ പറയണത്, പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചിട്ട് വിടാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഒന്ന് യോഹന്നാൻ 4:19. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. പറഞ്ഞേ, ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. ക്ലിയർ അല്ലേ? ആദ്യം നീ കൃപാസനം പത്രമല്ല കണ്ടത്, ആദ്യം നീ സാക്ഷ്യമല്ല കേട്ടത്, ആദ്യം നീ നിൻ്റെ അമ്മയോ ആൻറ്റിയോ കൂട്ടുകാരിയോ നിന്നോട് പറഞ്ഞതല്ല. ആദ്യം ചെയ്തത് നിങ്ങൾ ആരും ഇവിടെ ഭൗതികമായ ഏജൻറ്റുമാരാരുമല്ല, പിന്നെ ആരാണ്?
കർത്താവായ ദൈവം നിന്നെ സ്നേഹിക്കുന്നു, കണ്ടെത്തിയിരിക്കുന്നു, വിളിച്ചിരിക്കുന്നു, വിശുദ്ധീകരിച്ചിരിക്കുന്നു, ശക്തീകരിച്ചിരിക്കുന്നു, കൈ സാക്ഷിയാക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ. പെരുവെള്ളത്തിൽ ഇരച്ചു പോലെ, കടലിരമ്പും പോലെ, കടലിരമ്പും പോലെ ഒരുമിച്ച് എല്ലാവരും ആരാധന. ചേർന്ന് പോകുന്ന വചനമാണ് യോഹന്നാൻ 1:50. യോഹന്നാൻ 1:50. യേശു പറഞ്ഞു അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്നു ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. മനുഷ്യന്റെ ഒരു പ്രകൃതം കണ്ടില്ലേ? ഇതാണ്. അതായത് ഈ മനുഷ്യൻ, ഈ നാഥാനിയൽ എന്ന് പറഞ്ഞ ആള് ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്താണ്? അത്തിമരത്തിൻ്റെ ചുവട്ടിൽ. അതാണ് യോഹന്നാൻ 1:50. അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നു. പക്ഷെ എന്താ പ്രശ്നം? അങ്ങനെ ഞാൻ പറഞ്ഞിട്ട്, ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടല്ല നീ വിശ്വസിക്കേണ്ടതെന്നാണ് പറയണത്. മനസ്സിലായില്ല? പ്രോട്ടോക്കോൾ അല്ല, അതല്ല അതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയണത്. നീ ഇനിഷ്യേറ്റീവ് എടുക്കണമെന്നാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ പറയുമല്ല ഉടമ്പടി ഞാൻ ചെയ്യാം, എന്തെങ്കിലും ഒരു അടയാളം കിട്ടട്ടെ. ഇതാണ് പ്രശ്നം. പല ആൾക്കാരും പണി മേടിക്കണം അങ്ങനെയാണ്. അതായത് അവർക്ക് ഞാൻ പത്രം കൊടുക്കാവേ, ഞാൻ ഉപവസിക്കാവേ, ഞാൻ രോഗിയെ പോയി കാണാവേ, ഞാൻ ആശുപത്രി പോകാവേ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു അടയാളം കാണട്ടെ. ജപ്തി നടപടിക്കാരൻ ഇപ്പോഴേ എന്നെ തന്തക്ക വിളിക്കുകയാണല്ലോ, അതിന് മാറ്റമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നീ അടയാളം കാണാത്ത കാരണം നീ ഉടമ്പടിയിൽ, ഇതിനാണ് ദുഷ്ടൻ, മടിയൻ, ഹിപ്പോക്രാറ്റ്സ്, അവിശ്വസ്തൻ എന്നൊക്കെ പറയണത്. അത് ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി ആദ്യം അടയാളം കാണിക്കാൻ പറയും. കല്ലുകൾ അപ്പമാക്കാൻ വേണ്ടി ഒരുത്തൻ പറഞ്ഞില്ലേ? ആരാണ്? പിശാച്. അതാ പ്രശ്നം. ഉടമ്പടി എടുത്തതിൽ 50% പിശാചുകളുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ദൈവം അടയാളം കാണിക്കണമെന്ന് പറയണത്. ഇപ്പം ഈശോ എന്താ പറയണത്? നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നീ വിശ്വസിക്കണത്. എന്നിട്ട് പറയും ഇനി കാണാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വരട്ടെ. നീ വിശ്വാസത്തിൽ വളരുമ്പോഴാണ് കാണാത്ത കാര്യങ്ങൾ, കണ്ണ് കാണാത്ത കാര്യങ്ങൾ നിന്നെ കാണിക്കാൻ പോണത്. വിശ്വാസത്തിൻ്റെ അന്ത്യം എന്താണ്? കണ്ണ് കാണാത്ത കാര്യങ്ങൾ കാണിക്കുകയാണ്. കണ്ണ് കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നീ ദൈവത്തിനെ കൈയും കാര്യം കെട്ടാൻ നോക്കുമ്പോഴേ കണ്ണ് കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നൽകുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസം നിനക്ക് നൽകുന്നത് ആരാണ്? സുവിശേഷമാണ്. ആ സുവിശേഷം നീ സ്വീകരിക്കണം. എന്ത് ചെയ്യണം? അനുതപിക്കണം. അതുകൊണ്ട് മർക്കോസ് 1:15 പറയണത് എന്താണ്? അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. ഈ അനുതാപം എന്ന് പറഞ്ഞ ഉടമ്പടി പ്രകാരം എന്താണ്? ഒത്തിരി മേഖലകൾ അനുതപിക്കാം, പക്ഷേ ബേസിക്കായിട്ട് എന്താണ്? സ്വജാതീയ വിജാതീയ മാറ്റമാണ് ശരിക്കും അനുതാപം. എന്നാണ് നീ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി, മുൻഗണന കൊടുക്കുകയും ജഡീയ കാര്യങ്ങളെ നീ 2ാം സ്ഥാനത്ത് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അനുതാപമായി. ഇതൊരു നിലപാടാണ്. അനുതാപം എന്ന് പറയുന്നത് കുറച്ച് മോങ്ങിക്കറിഞ്ഞ് കുമ്പസാരിച്ചിട്ട് പാപക്ഷമം മേടിക്കണം മാത്രമല്ല, അതൊരു ജീവിത നിലപാടാണ്. എന്ന് നീ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുന്നുവോ അപ്പോൾ അനുതാപമായി. നിനക്ക് 2ാം സ്ഥാനം വരുന്നുവോ അപ്പോൾ അനുതാപമായി. ഉടമ്പടി നിയോഗങ്ങൾക്കാണ് നീ 1ാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ രാജ്യത്തിൻ്റെ സന്തതികളാണ്. ഉടമ്പടിയുടെ നിബന്ധനകൾക്കാണ് നീ 1ാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ സ്വർഗരാജ്യത്തിൻ്റെ സന്തതിയാണ്. ഏതിനാണ് നീ പ്രാധാന്യം കൊടുക്കണമെന്ന് നീ തീരുമാനിച്ച്
വിവേചനത്തിലേക്ക് വരുമ്പോൾ ഉടമ്പടിയുടെ നിബന്ധനകൾക്ക് 1-ാം സ്ഥാനം കൊടുത്താൽ, നിയോഗങ്ങൾക്ക് 2-ാം സ്ഥാനവും നിബന്ധനകൾക്ക് 1-ാം സ്ഥാനവും കൊടുത്താൽ നീ അനുദപിച്ചിരിക്കുന്ന അർത്ഥം. അതാണ് നീ സുവിശേഷത്തെ വിശ്വസിച്ചിരിക്കണമെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? അതാണ് മർക്കോസിൻ്റെ 1:15. ഇനി നീ ഇതുപോലെ നിൻ്റെ ജീവിതത്തെക്കാളുപരി ദൈവത്തിനും ദൈവത്തിൻ്റെ വചനങ്ങൾക്കും അതനുസരിച്ചുള്ള ജീവിത പുനഃക്രമീകരണക്കും നീ 1-ാം സ്ഥാനം കൊടുത്ത് ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത നടപടി എന്താണ്? നിങ്ങൾ ലോകം മുഴുവനും പോകണം. 16:15 മർക്കോസ്. എന്താണ്? നിങ്ങൾ ലോകം മുഴുവനും പോകണം. എന്ത് ചെയ്യണം? എല്ലാ സൃഷ്ടികളോടും നീ സ്വീകരിച്ച കൃപ കൈമാറണം. മനസ്സിലായില്ലേ? സുവിശേഷം സ്വീകരിച്ചാൽ മാത്രം പോരാ. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം വളരെ ഇടിപെട്ട സുവിശേഷമാണ്. കാര്യം തുടങ്ങുന്ന സുവിശേഷത്തിലാണ്. അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. മർക്കോസ് അവസാനിപ്പിക്കുന്ന 16:15 എന്താ പറയണത്? ലോകം മുഴുവൻ പോവുക, സുവിശേഷം കൈമാറുക. എന്ന് വെച്ചാൽ ബൈബിളെ വിജാതിയർക്ക് സുവിശേഷം കൈമാറുക എന്ന് വെച്ചാൽ പൗലോസ് പറയും കൃപയുടെ കൈമാറ്റമാണെന്ന് പറയും. സുവിശേഷത്തിന് കൃപ എന്നൊരർത്ഥമുണ്ട്. നമ്മൾ കൃപ കൈമാറുമ്പോൾ മറ്റു മനുഷ്യരുടെ ആവശ്യങ്ങളെ ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് പ്രയോറിറ്റി കൊടുത്തു കഴിയുമ്പോൾ, മുൻഗണന കൊടുത്തു കഴിയുമ്പോൾ കൃപയുടെ കൈമാറ്റമാണ്. ദാറ്റ് മീൻസ് സുവിശേഷം ആയവർക്ക് മാത്രമേ സുവിശേഷം ഏകാൻ പറ്റത്തുള്ളൂ. എന്തിന് ഞാൻ ഉടമ്പടി എടുക്കണം നിന്നോട് നീ ഉടമ്പടി എടുക്കണം ചോദിച്ചാൽ നിനക്ക് ഒത്തിരി ഉത്തരമുള്ളൂ. കൃപയുടെ കൈമാറ്റത്തിന് കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഇതിനെല്ലാം വരുന്നൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അതായത് ഫിലിപ്പിയർ 3:20 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഫിലിപ്പി 3:20 ഭൗമികമായത് മാത്രം എന്ന് പറഞ്ഞേ. ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പൊ 2 പൗരത്വമുണ്ട്. മനസ്സിലായില്ലേ? പൗരത്വം എ ഗ്രേഡ് ഉണ്ട്, പൗരത്വം ബി ഗ്രേഡ് ഉണ്ട്. ഇതിൽ ഏത് പൗരത്വമാണ് നീ സ്വീകരിച്ചിരിക്കണമെന്ന പ്രശ്നം. അതായത് നിൻ്റെ കാര്യം, നിൻ്റെ വീട്, നിൻ്റെ വയറ്, നിൻ്റെ വീട്ടുകാരൻ, നിൻ്റെ നാട്ടുകാരൻ, നിൻ്റെ സ്വന്തം, നിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ലോകപൗരത്വമാണ്, ഭൗമിക പൗരത്വമാണ്. ഈ ഭൗമിക പൗരത്വത്തിന് വേണ്ടി ക്രിസ്തു ലോകത്തിലേക്ക് വരേണ്ട ഒരു കാര്യവുമില്ല. നീ നിൻ്റെ ജീവിതത്തെ മാത്രം പ്രാധാന്യം കൊടുത്താൽ അതിൻ്റെ അർത്ഥം നീ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തെ വ്യാഖ്യാനിക്കുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. അത് മീൻസ് 2-ാം പൗരത്വത്തിനാണ് നീ പ്രാധാന്യം കൊടുക്കുന്നത്. 2-ാം പൗരത്വം. 1-ാം പൗരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസിയുടെ 1-ാം പൗരത്വം എന്താണ്? ഫിലിപ്പിയർ 3:20. അതെന്താണ്? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പോൾ ഈ സ്വർഗീയ പൗരത്വത്തിന് വേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും, എന്ത് വേണമെങ്കിലും. ഇപ്പം നമ്മൾ ക്ഷമിക്കും, സഹിക്കും, അതുപോലെ തന്നെ വിട്ടുകൊടുക്കും, വേണ്ട കളയെന്ന് വെക്കും, കള പോട്ടെ എന്ന് പറയും. ആരോടും പരിഭവത്തിനോ പരാതിക്കോ തർക്കത്തിനോ ഒന്നും പോകത്തില്ല. എന്താ കാര്യം? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, നിത്യതയാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയിൽ എപ്പോഴും ഇതുപോലൊരു പ്രയോറിറ്റി വേണം. എന്താണ്? നിത്യത ഉന്നം വെച്ചുകൊണ്ട് മുൻഗണന കൊടുത്തുകൊണ്ടും ഉടമ്പടിയെ സമീപിച്ചാൽ ടൈം ഷോർട്ടറിങ് നടക്കും, നോട്ട് ബൈ മെറിറ്റ് നടക്കും, പ്രസൻസ് ഉണ്ടാകും. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, നിത്യത ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ്റെ കൂടെ ദൈവം എന്തിനാണ് സാന്നിധ്യം നടക്കണത്? ഒരാവശ്യമില്ല. പക്ഷേ നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ നീ ഉണ്ടായിരിക്കാൻ വേണ്ടി നീ അധ്വാനിക്കുകയാണെങ്കിൽ ദൈവം ഭൂമിയിൽ സ്വർഗം സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയാക്കും. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? ഐ വിൽ ബി വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോൾ ഓരോ ഉടമ്പടി പോലെ ഇതുപോലെ കൃത്യമായിട്ട് ദൈവസാന്നിധ്യം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വിചിത്രമായ അപൂർവ മണ്ഡലങ്ങളിൽ പോലും സംരംഭമാക്കുന്ന ഒരു സംവിധാനം ഇന്ന് വരെ ആധ്യാത്മിക ഒരു ലോകത്തുമില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിലെ ഉടമ്പടി എടുക്കുന്നവരെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് അവകാശികളാകുന്നു, അർഹരാകുന്നു. ഈ ഒരു നടപടിക്രമങ്ങളിലൂടെ പുരോഗമിച്ചുകൊണ്ട് നീ മുന്തിയ നിലവാരമുള്ള സ്വർഗരാജ്യത്തിൻ്റെ പ്രജയായി മാറാൻ കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നൽകണമേ. എല്ലാവരും എഴുന്നേൽക്കുക. ആരാധന.
ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ മഹത്വം 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ അഭിഷേകം കിട്ടുന്ന ഒരു ദിവ്യകാരുണ്യ ഗാനം ആരംഭിക്കാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്നേഹമേ പാടുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് വളരെ പ്രസാദിച്ച് നിൽക്കുന്ന ദൈവിക നിമിഷമാണ്. നിങ്ങൾ തന്നെ ഒത്തിരി പേര് തീരുമാനമെടുത്തിട്ടുണ്ട്, ഇനി ദൈവത്തിന് വേണ്ടി ജീവിക്കാം. അപ്പോൾ ദൈവം എനിക്ക് വേണ്ടി ജീവിച്ചോളാം.
നമുക്ക് യേശുക്രിസ്തുവിന് നൽകിയവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് നൽകിയില്ലേ എന്ന് പറയുന്ന ആ ദൈവിക സ്നേഹത്തെ തൊടുകയാണ് ജീവിത സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത്. കർത്താവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പരിമിതികളുണ്ട് കർത്താവേ, ഞങ്ങളത് തിരിച്ചറിയുന്നുണ്ട്. എങ്കിലും കർത്താവേ, നിനക്ക് വേണ്ടി ജീവിക്കാൻ നിൻ്റെ കൈയും കാലുമായി എൻ്റെ കൈയും കാലുകളെ മാറ്റിക്കൊണ്ട് ഇനിയുള്ള ശേഷിച്ച കാലങ്ങളിൽ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവേ, കൃപയ്ക്ക് മേൽ കൃപ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും കൃപയുടെ കൈമാറ്റത്തിൻ്റെ ആളായ്മയായി മാറാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 കൃപയുടെ കൈമാറ്റ പോരാളികളാക്കി ഞങ്ങളെ ആരാധനയോടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ശിരസ് നമിച്ചുകൊണ്ട് കൃപ സ്വീകരിക്കേണ്ട സമയമാണ്, അനുഗ്രഹം സ്വീകരിക്കേണ്ട സമയമാണ്. അഭിഷിക്തൻ ഉടമ്പടിയുടെ ക്രമപ്രകാരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ നിന്നുകൊണ്ട് അങ്ങയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ കടലിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, മോശയെപ്പോലെ ഞാൻ കൈയുയർത്തുന്ന കർത്താവേ, അങ്ങയുടെ അവകാശവും ഓഹരിയുമായ തിരുസഭയോടും കർത്താവെ, അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാ ജനപദങ്ങളോടും നിൻ്റെ കുരിശിലെ കാരുണ്യത്താൽ തിരുരത്വത്തിൻ്റെ അപേക്ഷകൾ നൽകിക്കൊണ്ട് ഈ കർത്താവ് അടിപ്പെടുന്ന പോലെ വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി ഈ ജനങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. ശ്രുതികട്ടെ. ആരാധന നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നീ 6 സഹോദരങ്ങളെ കാലിൽ പൊട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട്. കാലിൽ പൊട്ടിയതും ശരീരത്തിൽ പൊട്ടിയതും ശരീരഭാഗങ്ങളിൽ പൊട്ടുകയും ചൊള്ളച്ചും അതുപോലെ തന്നെ കരിവാളിച്ചു കിടക്കുന്ന പാടുകൾ കർത്താവിൻ്റെ വിശുദ്ധമായ രഥം തളിച്ചുകൊണ്ട് യേശു പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രുതികട ശ്രുതികട നന്ദി പറയുന്നു. ഭാഷാപരത്തോടെ ക്യാൻസറാണോ അതുപോലെ തന്നെ ഇതുപോലെ തൊണ്ടയ്ക്കുള്ള തൈറോയിഡാണോ എന്നറിയത്തില്ല. തൊണ്ടയുടെ ചുവട്ടിൽ ഇങ്ങനെ ഇടത് വശത്ത് അച്ഛൻ കാണിക്കുന്ന ഇങ്ങോട്ട് നിൽക്കുമ്പോൾ ഈ വശത്ത് വലതുവശത്ത് ഇങ്ങനെ മുഴ പോലെ കിടക്കുന്നൊരു നീണ്ട ദീർഘ ഒരു മുഴയുണ്ട്. അപ്പോൾ തൊണ്ട മുഴകളുള്ള എല്ലാ മക്കളെയും കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. സ്പർശിച്ചുകട്ടെ. 8 പേരെ ഈ വിഷയത്തിൽ കർത്താവ് സുഖപ്പെടുത്താണ്ട് സാക്ഷ്യം പറയാൻ കഴിയും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഫെലിക്സ് എന്ന പേര് പറഞ്ഞ് കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. തല കണ്ടർമാനം വല്ലാതെ വേർക്കും, മുടി വല്ലാണ്ട് കൊഴിയും, എപ്പോഴും നീർക്കെട്ടലുണ്ടാകും. അങ്ങനൊരു വ്യക്തി കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ചെവികൾക്ക് വലത് ചെവിക്ക് എന്തോ കുത്തി തിരിച്ച പോലെ മാംസം വളരുന്ന പോലെ കേൾവിക്കുറവുണ്ട്. അങ്ങനെയുള്ള എല്ലാ വ്യക്തികളും ചെവി പൊത്തി പ്രാർത്ഥിക്കാൻ പറയുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എന്നും കൂടെ ഇരിപ്പാൻ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. എന്നും കൂടെ
സ്നേഹമേ ആരാധന നിനക്കാരാധന ഓ ദിവ്യമാ സ്നേഹമേ ഓ ദിവ്യകാരുണ്യമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന കുടില് പോലുള്ള സാധനങ്ങൾ പീസെപ്റ്റുകളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും ഓപ്പറേഷൻ സ്ഥാനങ്ങളിൽ അവരിവിടെ ഇല്ല, അവരുടെ ബന്ധുക്കളാണ് ഉള്ളതെങ്കിൽ ഓൺലൈനിൽ കേൾക്കുന്നവരും ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ സ്ഥാനങ്ങളിൽ എൻ്റെ വലത് കൈ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ കൈകളായി രൂപാന്തരപ്പെടുത്താൻ വേണ്ടി അമ്മമാതാവ് പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഓപ്പറേഷൻ ചെയ്യുന്ന എല്ലാവരും തിയേറ്ററുകളിലെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുകയും അമ്മ തന്നെ അപ്പോൾ തന്നെ അത് നിർവഹിക്കുകയും പൂർണ്ണമായി സൈഡ് എഫക്ട്സ് ഇല്ലാതെ ഓപ്പറേഷൻ പോലും വേണ്ടാതെ സുഖപ്പെടുത്തുന്ന ദൈവമേ, ആരാധന യേശുവേ, സ്തോത്രം, യേശുവേ, നന്ദി, യേശുവേ, ആരാധന. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉദരത്തെ കൈവച്ചിട്ട് പ്രാർത്ഥിക്കട്ടെ. ഊടിന് താഴെയും മുകളിലും കുടലിന്, വൻകുടലിനും ചെറുകുടലിനും വീക്കമുള്ളവരെ, സിസ്റ്റുള്ളവരെ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, PCOD-ക്കാർ, അതുപോലെ RSS രോഗികളെ എല്ലാവരും ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്വാസകോശ രോഗികളെ നെഞ്ച് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ ആന്തരിക അവയവങ്ങൾക്ക് രോഗം പറ്റുന്നവരെ ശിരസിൽ കവിച്ച് പ്രാർത്ഥിക്കട്ടെ. അതിശക്തമായി സ്തുതിക്കട്ടെ. മാതാവിൻ്റെ മധ്യസ്ഥർ യേശുവിൻ്റെ നാമത്തിൽ സ്തുതിക്കട്ടെ. കർത്താവിന് ശക്തി വെക്കട്ടെ. ഈശോ ഞങ്ങളുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇവിടെ നടന്ന 10,000 ആരാധന ശക്തിയാൽ എല്ലാവരും കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും, ഓൺലൈൻ പ്രാർത്ഥിക്കുന്ന മകനെയും, മാർഗ രോഗങ്ങൾ, തീരാവേദികൾ, ജീവ ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. പ്രാർത്ഥിച്ചപ്പോഴേ കർത്താവ് നമ്മൾ പറയാത്ത ഒരു വിഷയം സുഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നടുവിൻ്റെ ഡിസ്ലൊക്കേഷനാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ അരക്കെട്ടിൻ്റെ ഡിസ്ലൊക്കേഷൻ ഉണ്ടായിട്ടുള്ളവരെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പറയാതെ തന്നെ അങ്ങനെ ആരോ ചെയ്തിട്ടുണ്ട് ലേഡികൾ. അവരെ കർത്താവ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴ് നടുവിന് വേദന ഉള്ളവരും അതുപോലെ തന്നെ അരക്കെട്ടിന് നീര് കെട്ടുന്നവരും ഇരിക്കാൻ പ്രയാസമുള്ളവരൊക്കെ അരക്കെട്ടിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്, സൂക്ഷിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കിഡ്നി രോഗികളും ആ കിഡ്നി സ്ഥാനങ്ങളിൽ ബാക്ക് വശം കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ അരക്കെട്ടിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നവർ യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് സ്പോണ്ടിലോസിസ് രോഗികളെ, സ്പൈനൽ കോഡിന് അസുഖമുള്ളവരെ പിൻകഴുത്ത് കൈവച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. സ്പോണ്ടിലോസിസ് രോഗികളെ, സ്പൈനൽ കോഡിന് അസുഖമുള്ളവരെ പിൻകഴുത്ത് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, ക്രിസ്തുവിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ പിൻകഴുത്ത് രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും മുട്ടേന്നിക്കുക. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ജീവിത പ്രശ്നങ്ങളാണ്. ജപ്തി നടപടികൾ, സ്ഥലം വിൽക്കാത്തവർ,
പഠിക്കാൻ പറ്റാതിരിക്കുന്നവരെ, പരീക്ഷ എഴുതിയിട്ട് റിസൾട്ടിനായിട്ട് പ്രതീക്ഷിക്കുന്നവരെ, പരീക്ഷ എഴുതാൻ പോകുന്നവരെ, മക്കളില്ലാത്തവരെ, പ്രഗ്നൻസിയിലെ തകരാറുകളുള്ളവരെ, ഗർഭസ്ഥ ശിശുവിന് തകരാറുണ്ടെന്ന് സ്കാനിങ്ങിൽ റിപ്പോർട്ടുള്ളവരെ, മക്കൾ ദുർനടപ്പിലായിരിക്കുന്നവരെ, തെറ്റായ പ്രണയത്തിൽ അകപ്പെട്ട് കുടുംബത്തിന് ഭയങ്കര തകർച്ചയ്ക്ക് കാരണമാകുന്നവരെ, കുടുംബ തകർച്ചയുള്ള മാതാപിതാക്കന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സാമ്പത്തിക വരുമാനമില്ലാത്തവരെ, വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയവരെ, കടകമ്പോളങ്ങൾ വ്യവസായങ്ങളും ശുഷ്കിച്ചു പോയവരെ, നിവൃത്തിയില്ലാതെ രാജ്യം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നവരെ, പലതരത്തിലുള്ള വിഷമതകളിൽ വലയുന്നവരെ, കേസിലും കള്ളക്കേസിലും ഒക്കെ അകപ്പെട്ടവരെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവരെല്ലാം വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ശാരീരികത്തിൽ നീര് കെട്ടിക്കിടക്കുന്നവരെ കർത്താവ് വീണ്ടും കാണിക്കുന്നുണ്ട്. അസ്ഥിക്കുഴകളിൽ അകൽച്ചയുള്ളവരെ കർത്താവ് കാണിക്കുന്നുണ്ട്. ത്വക്ക് രോഗികൾ, പൊറുക്കാത്ത വ്രണങ്ങൾ, പല ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കൊണ്ട് വെയിറ്റ് കുറഞ്ഞ് വരുന്നവരെ, ജോലി ചെയ്യാൻ പറ്റാത്തവർ, ജോലി ഇല്ലാത്തവർ, ജോലി കിട്ടാത്തവർ, ജോലിക്ക് വിളിക്കുമ്പോൾ പലതരത്തിലുള്ള ഇൻ്റർവ്യൂ തടസ്സങ്ങളുള്ളവർ, ഭയമുള്ളവർ, സാമ്പത്തികമായി നിവൃത്തിയില്ലാത്ത കൊണ്ട് മറ്റു ജോലിക്ക് പോകാൻ ശ്രമിക്കാൻ പറ്റാത്തവർ, എല്ലാം കൊണ്ട് വഴിമുട്ടി ഗതിമുട്ടിയിരിക്കുന്നവർ, എല്ലാ മേഖലകളിലും കർത്താവ് കടന്നു വരുന്ന സമയമാണ്. കൈ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യത, കൃപാസ അൾത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഇവിടെ നടന്ന 10,000 ഉടമ്പടിയുടെ ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ മലാഖമാരെയും വിശുദ്ധന്മാരും രക്തസാക്ഷികളെ അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശു ക്രിസ്തു നാമത്തിൽ മാരക തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ, മഴ തടസ്സങ്ങൾ, ജീവിത തകർച്ചകൾ യേശു ക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. കൈകൾ കൂപ്പി കണ്ണ് തുറന്ന് ദിവ്യകാരുണ്യത്തോട് അമ്മയുടെ മധ്യസ്ഥത്തിൽ അച്ഛൻ വിട്ടുപോയ കാര്യങ്ങളെ സൂചിപ്പിക്കുക. അച്ഛൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിപ്പോഴും മൗനമായി പ്രാർത്ഥിക്കുക. ഓൺലൈനുള്ളവരും അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കുക. ഇപ്പോൾ മുട്ട നിൽക്കുക. ശിരസ് നമിച്ച് സമാപനാശീർവാദം സ്വീകരിക്കുക.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ ആവേ മറിയ ആവേ ആവേ മറിയ. എല്ലാ ദിവസവും നമുക്ക് ഉടമ്പടിയുണ്ട്. രാവിലെ 7 മണിക്കൊരു ക്ലാസ്, 10:30 രണ്ടാമത്തെ ഉടമ്പടി ക്ലാസ് ബാച്ച്, 2 മണിക്ക് 2:30 മൂന്നാമത്തെ ബാച്ച്. അതിന് അച്ഛനെ കാണാൻ ഉദ്ദേശിച്ച് വരുന്നവർ, അന്ന് തന്നെ കാണാൻ ഉദ്ദേശിച്ച് വരുന്നവർ ഹൈ എമർജൻസി ആയിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അവർ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പങ്കെടുക്കാൻ നോക്കണം. കാരണം ഇവിടെ സെക്കൻഡ് ബാച്ചിൽ വരണവർ ആദ്യം ചീട്ട് വാങ്ങിക്കുന്നവർ നേരത്തെ ഉടമ്പടി എടുത്ത് പുതുക്കി പോയിട്ടുള്ളവരാണ്. ഉച്ച കഴിഞ്ഞ് അച്ഛനെ കാണുന്നവർ ആദ്യ ബാച്ചിൽ വന്നവരാണ്. സെക്കൻഡ് ബാച്ചിൽ 11 മണിക്ക് കയറുന്നവർക്ക് ചിലപ്പോൾ അച്ഛനെ കാണാൻ അവർ പുറത്തിറങ്ങുമ്പോൾ ഇവിടെ ചീട്ട് തികഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ബാച്ച് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക 7 മണിക്കുള്ള. പക്ഷെ കാണാൻ നിർബന്ധമുള്ളവർ ആ രേഖകളെ കൈ കൊണ്ടുവരണം. ഇപ്പോൾ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് രേഖയില്ലാതെ ഇങ്ങോട്ട് നിങ്ങളവിടെ കരഞ്ഞു കൂവിയൊക്കെ ചീട്ട് മേടിച്ചാലും ഇവിടെ വരുമ്പോൾ രേഖയില്ലെങ്കിൽ പറഞ്ഞു വിടും. കാര്യം നിങ്ങൾക്ക് മറ്റുള്ളവരെയൊക്കെ പ്രിഫറൻസ് തരുന്ന രേഖയുടെ അടിസ്ഥാനത്തിലാണ്. അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടാണ്. ഇത് എമർജൻസിയാണ്, ഹൈ എമർജൻസി ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വാഗൊണ്ട് പറഞ്ഞാൽ ശരിയാകത്തില്ല. വിവാഹത്തിൻ്റെ കാര്യമാണെന്നൊക്കെ പറഞ്ഞാൽ മൈൻഡ് ചെയ്യത്തില്ല. രേഖ പറയും, വയസ്സ് അല്ലെങ്കിൽ അപേക്ഷ തരാൻ പറയും. കൈയും വെച്ച് ഇവിടെ വന്നു വെച്ചാൽ വിവാഹ കാര്യമാണെന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വിടും. ചുമ്മാ അവനെ അത് എടുക്കാൻ നിവൃത്തിയില്ലല്ലോ, അത് പറയാനും പറ്റത്തില്ല. അപ്പം ചുമ്മാ അച്ഛനെ കണ്ടാൽ ചീട്ട് കിട്ടുമ്പോൾ എന്നെ മേടിച്ചേക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. അങ്ങനെ കുറേ പേരുണ്ട്. അങ്ങനെ ചെയ്യരുത്. അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ശരിക്കും പ്രാർത്ഥിച്ച് ഒരുങ്ങി തീഷ്ണതയോടെ അങ്ങനെയാണ് ആൾക്കാർ വരണത്. അപ്പോൾ 1 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതിയാവും അവർക്ക് വേണ്ടി. അപ്പോൾ ചിലരുടെ മോന്ത കാണുമ്പോൾ ഞാൻ ചോദിക്കും ഉടമ്പടി എടുത്ത് ആരാണെന്ന് ചോദിക്കും. അപ്പം മകളാണെന്ന് പറയും. ഞാൻ പറഞ്ഞ് വണ്ടി വിട്ടേക്കാൻ പറയും. കാര്യം മകളെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് ഇവർക്ക് പ്രാർത്ഥിച്ചപ്പോൾ ശരി രക്ഷപ്പെടത്തില്ല. കാര്യം അവർക്ക് ആ വിശ്വാസമില്ല, അവർ ഉടമ്പടിയിലല്ല. അപ്പം അതുകൊണ്ട് നിങ്ങളിപ്പോൾ മകൾ ഉടമ്പടി എടുത്താലും അമ്മ ഉടമ്പടി എടുത്താലും ഇവിടെ അച്ഛൻ്റെ അടുത്ത് വരുന്ന ആൾ ക്ലിയറായിരിക്കണം. അവർ തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവം എന്നെ സ്പർശിക്കും, അല്ലാതെ സ്പർശിക്കുമായിരിക്കും, സ്പർശിച്ചാൽ കൊള്ളാം, കിട്ടിയാൽ ഊട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് ആ മോന്ത നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ സാധനം പിശകാണെന്ന്. അപ്പോൾ ശക്തിച്ച് വരാൻ നോക്കണം. കാര്യം ഇവിടെ വന്ന് എത്തണമെങ്കിൽ നിങ്ങൾക്കറിയാവില്ല, അത്രയും സീരിയസ് വിഷയമാണ്. അപ്പം ചെറു പറയില്ല അച്ഛനെ കണ്ട് എന്താ കാര്യം? അവർ ഉടമ്പടിയുമല്ല, ഒരു ദൈവ കൃപയുമില്ല, ഒരുക്കവുമില്ല. അപ്പം അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. അത് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്ത് വരുമ്പോൾ 10,000 സുഖപ്പെട്ട സ്ഥലത്താണ് നിങ്ങൾ വരണത്, അല്ല പരീക്ഷണത്തിന് വേണ്ടി ആരും വരരുത്. ഇത്രയും പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടെ ഇൻവെസ്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് പല കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുക. ആൾക്കാർ വന്നാൽ ഞങ്ങൾ പറഞ്ഞു വിടുക, ആൾക്കാർ ചീട്ടില്ല, ഉടമ്പടി പുതുക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ. ഇപ്പം കാണുക, ഇന്ന് ഉടമ്പടി എടുത്താണ്, ഇപ്പം തന്നെ കാണാമെന്നൊക്കെ പറഞ്ഞാൽ ശരി വന്ന് നിൽക്കും. കാണത്തില്ല. കാര്യം ചിലവർ ഉടമ്പടിയിലല്ലല്ലോ, ചുമ്മാ എടുത്തെന്നല്ലേ ഉള്ളൂ, ഉടമ്പടിയിലല്ല. അപ്പം 90 ദിവസം കഴിഞ്ഞാണ് അവർ വരേണ്ടത്.
പിന്നെ ഈ ക്യാൻസർ 4th സ്റ്റേജ് 90 ദിവസം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് നോൺസെൻസ് ആയതുകൊണ്ടാണ് അങ്ങനെയുള്ള എമർജൻസിക്കാർക്ക് എൻട്രൻസ് കൊടുക്കുന്നതിൻ്റെ കാരണം അതാണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മതി ആ വിഷയം. ഇന്നിപ്പോൾ ഉടമ്പടി എടുക്കാൻ വന്നവരുണ്ട്, അതിനകത്ത് അലവലാതി ക്രിസ്ത്യാനിയുണ്ട്. എന്നിട്ട് അവർ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ദിവ്യകുർബാന ആരാധന നടക്കണം കണ്ടപ്പോൾ എന്നെ ആരാധന കൂടിയേക്കാം എന്ന് പറയും. എന്നിട്ട് ഇപ്പം തന്നെ ഊണും കഴിച്ച് വീട്ടിൽ പോകും. ഞാൻ പറഞ്ഞാൽ ആ വീട്ടിൽ പോകുന്ന ആൾക്കാർ ഇനി ഇങ്ങോട്ട് വരരുത്, കാരണം നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ സൗകര്യം നോക്കിയിട്ട് ദൈവത്തിനെ സൗകര്യപ്പെടുത്താതിരിക്കുകയാണ്. ഇന്ന് മനസാക്ഷിക്ക് നിങ്ങൾ ഇന്നാണ് ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നാലും ശരി പോയി ഉടമ്പടി എടുത്തിട്ടേ പോകാവൂ. പറഞ്ഞ മനസ്സിലായില്ലേ? കാരണം ദൈവത്തെ അളക്കരുത് നിങ്ങളുടെ സൗകര്യം കൊണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ ബ്രാൻഡഡ് ആയില്ലേ, ഫ്രോഡാണെന്ന് അറിഞ്ഞില്ലേ അപ്പം തന്നെ. അപ്പം എന്തിനാണ് ദൈവത്തിന് പിടികൊടുക്കണത്? ദൈവത്തിൻ്റെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കണം. അല്ല നിങ്ങളുടെ പൊട്ട ബുദ്ധിയും കൊണ്ട് വന്ന് നടന്നാൽ പണി മേടിക്കാൻ സാധ്യതയുണ്ട്. അദാനിയോട് പറഞ്ഞു കേട്ടില്ലേ, നീ എന്നെ കണ്ടത് കൊണ്ടല്ലേ വിശ്വസിച്ചതെന്ന്. തോമാശ്രീയോട് വരെ പറഞ്ഞത്, നീ എന്നെ കണ്ടത് വിശ്വസിച്ച് കൈയിരിക്കട്ടെ, കാണാതെ വിശ്വസിക്കുന്ന ഒരു സമൂഹം വരുന്നുണ്ടെന്ന് പറഞ്ഞു. താക്കിയതല്ലേ കൊടുത്തത്. 3 കൊല്ലം നീ എൻ്റെ കൂടെ നടന്നിട്ടും നീ എന്നെ കണ്ടത് കൊണ്ടാണ് വിശ്വസിച്ചത്. കാണാതെ വിശ്വസിക്കുന്ന ജനലക്ഷങ്ങൾ പിന്നാലെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. വല്ല കാര്യമുണ്ട് അത് കേൾക്കാൻ? അപ്പോൾ വായിക്കിടക്കണ നാക്ക് വെറുതെ ഇട്ടാൽ മതിയായിരുന്നു. മര്യാദക്ക് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് വിളിച്ചാൽ മതിയായിരുന്നു. നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടതും പറയണതും 2 കാര്യങ്ങളാണ്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് ഓൺ ചെയ്ത് കഴിഞ്ഞു. മനസ്സിൽ വിചാരിച്ചാൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ് ചെയ്തിട്ടില്ലെന്ന് അർത്ഥമാവും. എൻ്റെ കർത്താവിന് ഞാൻ കാണണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു, അപ്പോൾ ഇൻസ്റ്റിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ നീ സ്പെൽ ഔട്ട് ചെയ്ത് വിശ്വാസത്തിൽ അതരം കൊണ്ട് ഏറ്റു പറയണമല്ല. അപ്പോൾ തോമസിലേക്ക് പറ്റിയ അബദ്ധം അതരം കൊണ്ട് ഏറ്റു പറഞ്ഞത് അവിശ്വാസമായിപ്പോയി. വിശ്വാസമാണ് ഏറ്റു പറയേണ്ടിയിരുന്നത്. അപ്പോഴാണ് അത് നേരെ നെഗറ്റീവ് ഇഫക്റ്റ് വന്നത്. അതുകൊണ്ട് വായടക്കുകയാണ് എപ്പോഴും നല്ലത്. ദൈവത്തിന് ഇത് ചില ആൾക്കാർക്ക് ഒരിക്കലും ദൈവത്തിലേക്ക് വരാൻ പറ്റാത്ത കാര്യം അവർ കൂട്ടുകാരോട് പണ്ട് ദൈവമില്ലെന്ന് പറഞ്ഞു പോയി. അതാണ് പ്രശ്നം. ഇനിയിപ്പോൾ അവരുടെ മുമ്പിൽ അവരോട് ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ഉടമ്പടി എടുക്കണത്? പിശാച് കാണാത്ത കയറ് കൊണ്ട് കെട്ടണം കണ്ടില്ലേ? ഏതെങ്കിലും കാലഘട്ടത്തിൽ നിങ്ങൾ ഞെളിയാൻ വേണ്ടി ആൾ കളിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് ദൈവം ഇല്ലെന്ന് പറയും. പിന്നെ നിനക്ക് ദൈവം വേണമെന്ന് പറഞ്ഞാലും ഡോർ വിൽ ബി ഷട്ട്. കാര്യം എന്താ? നിൻ്റെ കയ്യിൽ എണ്ണയില്ലാത്ത കന്യകയായിരിക്കാം, പക്ഷെ കഥയില്ല. വലിയ ഹ്യൂമനിസ്റ്റൊക്കെ ആയിരിക്കാം, കഥയില്ല. എണ്ണ വേണം, അത് വേറെയാണ്. അത് വിശ്വാസം ദൈവത്തിലുള്ള മണവാളം വരും എന്നുള്ള ഉറപ്പില്ലാത്തവരെ എപ്പോഴെങ്കിലും വരുമായിരിക്കും പറഞ്ഞാൽ എണ്ണയില്ലാതെ പോരണത്. അപ്പം അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ അടുക്ക് അടുക്കുമ്പോൾ മാത്തമാറ്റിക്കൽ ഷാർപ്നെസ് ഉണ്ടാകണം. അല്ലാതെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കണ്ണീർ പൊടിയിടാമെന്ന് വിചാരിച്ച് നടക്കത്തില്ല. കാര്യം ഇതൊരു പുതിയ ജീവിതമാണ്, പ്രത്യേകിച്ച് ഉടമ്പടി. നമ്മുടെ മരിയൻ ഗാർഡൻസ് അമ്മയ്ക്കൊരു ഭവനം, എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി എന്നുള്ള പ്രോജക്റ്റ് ഇപ്പോൾ 3-ാം നില വരെയായി. അതിൻ്റെ സ്കെൽട്ടൺ പെട്ടെന്നാണ് എൻ്റെ തീർത്ഥയാത്രയ്ക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റ് പുരോഗമിക്കുന്നത്. അപ്പം ഇനി അവിടെ മുറി വേണ്ടവർ മാനേജറുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അതിൻ്റെ നമ്പർ ഞാൻ നേരത്തെയുള്ള അറിയിപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാ സമയങ്ങളും ഉടമ്പടി ധ്യാനം ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. ഉടമ്പടി ധ്യാനമല്ല, ഉടമ്പടി എടുക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളെ ചേർത്ത് വെച്ച് പതിനായിരങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസാന്നിധ്യത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് ബുധം 3 ക്യാമറ വെച്ചുകൊണ്ട് നിങ്ങൾ ലൈവായിട്ട് ഉടമ്പടി നിങ്ങളുടെ മൊബൈലിലേക്ക് തരണത്. ചേർന്ന് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഉടമ്പടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യ ചൊവ്വാഴ്ച ധ്യാനം എല്ലാവരും കൂടണം, അത് മസ്റ്റാണ്. പണ്ട് ഉടമ്പടി എടുത്തവർ ശരി, അത് മസ്റ്റാണ് നമ്മുടെ കാര്യം. അതിൽ നിന്നാണ് ഉടമ്പടിയിലൂടെയാണ് ദൈവം നിന്നോട് സംസാരിക്കുന്നതും ഇൻട്രാക്ട് ചെയ്യണതും നിന്നെ സന്ധിക്കുന്നതും സാക്ഷിയാക്കണത്. അതുപോലെ അത് കിട്ടിയ ഉടനെ ഷെയർ ചെയ്യണം. നിങ്ങൾ പല ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കും, പക്ഷേ ഷെയർ ചെയ്യത്തില്ല. പിന്നെ ദൈവം എന്തിനാണ് അവരുടെ ഉടമ്പടി മാനിക്കണത്? അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കയ്യിരിപ്പുകൾ വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. നല്ല എന്തൂസിയാസം, തീഷ്ണതയോടെ ഉടമ്പടി ജീവിക്കുക.